ഓക്കെ, വെൽക്കം ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പെർസെൻറ്റേജിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് പെർസെൻറ്റേജ്, അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്കൂൾ ലെവലിൽ മൊത്തം പഠിച്ചതാണ് 50% അഥവാ 50% എന്ന് പറഞ്ഞാൽ 50/100 എന്നാണ് നമ്മൾ എഴുതുന്നത്, അല്ലെ? അപ്പൊ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 100 ആണ്. 50% വെച്ചാൽ 50/100. അങ്ങനെയാണെങ്കിൽ 25% എന്തായിരിക്കും? 25/100 എന്നായിരിക്കും, അല്ലെ? അങ്ങനെയാണെങ്കിൽ 10% എങ്ങനെ എഴുതാം? 10/100 എന്നായിരിക്കും. ഓക്കെ, ഇതിലെല്ലാത്തിലും നോക്കിയേ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഞാൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ 0 ക്യാൻസൽ ചെയ്ത് 5, ഒരു 5 5, ഇവിടെ 2 5 10, അതായത് എനിക്ക് 1/2 എന്ന് കിട്ടും. ഇപ്പൊ 50% തന്നെയാണ് 1/2 എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത 5 5 25, ഇവിടെ 20 ഗുണം 5 ആണ് 100. വീണ്ടും 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഒരു 5 5, 4 5 20. സോ 1/4 എന്ന് കിട്ടും. അപ്പൊ 25% 1/4 എന്നും പറയാം. അതേപോലെ 10% ഇവിടെ ഈ 0s മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റൂ. 1/10. അപ്പൊ നോക്കിയേ, ഇവിടെ 50% ഇത് പെർസെന്റേജിൽ കൊടുത്തിരുന്നതായിരുന്നു. അതിന് ഇപ്പൊ 1/2 എന്ന് ഞാൻ എഴുതി, ഞാൻ കൺവേർട്ട് ചെയ്ത്. അപ്പൊ 1/2 എന്ന് പറഞ്ഞ ഒരു ഫ്രാക്ഷണൽ നമ്പർ ആണല്ലോ, അതായത് നമ്പർ. അപ്പൊ നമുക്ക് പെർസെന്റേജിനെ നമ്പർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, നമുക്കൊരു നമ്പർ ഫോർമാറ്റിനെ പെർസെന്റേജിലോട്ടാക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ ഓപ്പോസിറ്റ് ചെയ്താൽ പോരെ? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ 1/4 അതിപ്പോ ഫ്രാക്ഷൻ ആണല്ലോ, അതായത് ഫ്രാക്ഷൻ നമ്പർ, ഭിന്നസംഖ്യ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു നമ്പർ എന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞ നമ്പറിനെ പെർസെന്റേജ് ആക്കണം. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? 100 കൊണ്ട് ഗുണിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ 1/4നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. എങ്ങനെ? അത് 100 ആദ്യം ക്യാൻസൽ ചെയ്യുന്നില്ല, ഞാൻ 100/4 എന്ന് എഴുതാം. 100/4 എത്ര? 25 കിട്ടും. 25% എന്ന് എഴുതാൻ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച കാര്യം പറഞ്ഞപ്പോ ഒരു പെർസെന്റേജിനെ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അതായത് പെർസെന്റേജ് ഇവിടെ നമ്പറിലോട്ടായി 100 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ. ഇനി ഒരു നമ്പറിനെ, അതായത് ഇപ്പൊ 1/2നെ പെർസെന്റേജിലോട്ടാണ് എന്ത്? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഞാൻ നിങ്ങളുടെ 2500ന്റെ 50% കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ഇൻറ്റു 50/100 എന്ന് എഴുതുന്നതിലും ബെറ്റർ അല്ലേ 50% 1/2 ആണെന്ന് അറിയാമെങ്കിൽ 1/2 എന്ന് എഴുതുന്നത്? അതായത് 1/2 എന്ന് പറഞ്ഞാൽ 2500ന്റെ പാതി. 2500ന്റെ പാതി എത്ര ആയിരിക്കും? 1250. അപ്പൊ ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ ഈ പെർസെന്റേജ് ടു ഫ്രാക്ഷൻ, അതായത് പെർസെന്റേജിന്റെ ഫ്രാക്ഷണൽ വാല്യൂസ് കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിലെ അറിയേണ്ട ആദ്യത്തെ ഒരു കാര്യം. അപ്പൊ ഇതിൽ കുറെ വാല്യൂസ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ 1/2 എന്ന് പറയുന്നത് 50% ആണ്. 1/3 33 ആൻഡ് 1/3%. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട്, സാർ 1/3 എങ്ങനെ 33 അങ്ങനെയൊക്കെ ആയത്? ഇപ്പൊ നമുക്ക് അറിയാം 1/3 നമ്പർ അല്ലേ, പെർസെന്റേജ് ആക്കണമെങ്കിൽ എന്ത് വേണം? 100 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എന്താ ഇവിടെ ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പൊ 100/3 100/3 ഉണ്ടെന്ന് എഴുതി ഡിവൈഡ് ചെയ്ത് എല്ലാവരും. 3 3 9, ശിഷ്ടം 1, 0 താത്രയ്ക്ക് 10, വീണ്ടും 3 3 9. അപ്പൊ ഇതിനെ 33 ആൻഡ് 1/3 എന്നല്ലേ എഴുതുന്നത്. ഇതിനെ ഇനി പോയിന്റ് ഇട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? പോയിന്റ് ഇട്ടാൽ 3 എക്സ്റ്റെൻഡ് ചെയ്തു, അതായത് 33.333 എന്നും പറയാം. അത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. പോയിന്റിൽ മിക്ക ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ പോയിന്റിലായിരിക്കും തരുന്നത്, അതുകൊണ്ട് പോയിന്റ് അറിഞ്ഞിരിക്കണം. ഇനി അതേപോലെ 1/4 25% ഞാൻ പറഞ്ഞു. 1/5 20% ആണ്. ഈ 1/5 നിന്ന് തന്നെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു പോകും. അതായത് 40% വേണമെങ്കിൽ 40% 20% 2 കൊണ്ട് ഗുണിക്കുമ്പോഴില്ലേ, അപ്പൊ ഇവിടെയും 2 കൊണ്ടൊന്ന് ഗുണിച്ചേ. ഇവിടെ മുകളിൽ 2 കൊണ്ട് ഗുണിക്കുക 2/5 എന്ന് വരും. അപ്പൊ ഇതിൽ നിന്ന് തന്നെ 40% പഠിച്ചില്ലേ. ഇനി 60% ഇതേപോലെ 3/5 ആയിരിക്കും. അങ്ങനെ ഇതിൽ നിന്ന് കുറെ നമുക്ക് 1/6 16 ഹോൾ 2/3. 2/3 എന്ന് പറയുന്നത് 0.66 എന്നാണ്, 16.66%. ഇനി 1/7 14 ആൻഡ് 2/7 14.28 എന്ന്. അപ്പൊ എല്ലാവരും ഇതിന്റെ എന്താ ഡെസിമൽ വാല്യൂ കൂടെ കറക്റ്റ് കാണാതെ പഠിച്ചു നോക്കണം. അപ്പൊ 1/7 1/8 1/9 1/10 1/12 വരെയെങ്കിലും. ഇതിപ്പോ ഒരുപാടുണ്ട്, ഇതിലെല്ലാം നിങ്ങൾ പഠിക്കണമെന്നില്ല. 1/12, ഈ 1/13 1/14 ഒന്നും വലുതായിട്ട് വരത്തില്ല. 1/15 ഒക്കെ വരുന്നതാണ്, 1/16 വരുന്നതാണ്. പിന്നെ 5% 1/20, 4% 1/25. അതൊന്നും കാണാൻ പഠിക്കേണ്ട കാര്യം എന്താ? 1/4 25% ആണ്, 1/25 4% ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ അങ്ങനെ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് മൊത്തം കാണാൻ പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം. അപ്പൊ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ.
പെർസെന്റേജിനെ നമ്പർ ആക്കണേ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും, നമ്പറിനെ തിരിച്ച് പെർസെന്റേജ് ആണ് 100 കൊണ്ട് ഗുണിക്കും. ഓക്കെ ആണല്ലോ? നമുക്ക് ഇതിലെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, 34.28% ഓഫ് 350. ഇപ്പൊ നമ്മൾ വരും ഇതിപ്പം നോർമലി ആണ് എങ്ങനെ ചെയ്യുന്നത്? ഞാൻ അത് നോർമൽ സ്റ്റെപ്പ് ഒന്ന് വേണ്ടി 34.28% എന്ന് പറഞ്ഞാൽ 34.28 ഡിവൈഡ് ബൈ 100 ഇല്ലേ? പെർസെന്റേജ് ഡിവൈഡ് ബൈ 100. ഓഫിന്റെ അടുത്ത് ഇൻറ്റു എന്നാണ്, ഇൻറ്റു 350. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ 0 ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി ചെയ്താൽ പോലും ഇത് വലിയൊരു, അതായത് ഇത് നമ്മൾ ഗുണിക്കേണ്ടി ഡെസിമലൊക്കെ വരും ഭയങ്കര പാടായിരിക്കും. ഇത് എങ്ങനെയാണ് എളുപ്പം ചെയ്യുന്നതെന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കാം, ഞാൻ ഈ 34.28% സ്പ്ലിറ്റ് ചെയ്യുക 20% എന്നും പ്ലസ് 14.28%. പ്രശ്നമൊന്നുമില്ലല്ലോ. 20യും 14 കൂടെ ആഡ് ചെയ്താൽ 34 കിട്ടുന്നേ. ഓഫിന് വരാം ഇൻറ്റു 350 എന്ന് എഴുതി. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. 20% നമ്മളിപ്പോ പഠിച്ചു എങ്ങനെ എഴുതാന്ന്, ഫ്രാക്ഷൻ ആയിട്ട് 1/5 എന്ന് എഴുതാന്ന് പഠിച്ചില്ലേ? ഇനി 14.28, അതിനാണ് ഞാൻ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചു വെച്ചിരിക്കുകയെന്ന് പറഞ്ഞത്. ഇതാണ് 14.28. അതാണ് പറഞ്ഞു 2/7 എന്ന് പറയുന്നതാണ് 0.28. ഞാൻ പറഞ്ഞു ഡെസിമൽ, അതായത് പോയിന്റ് ഇട്ട് എഴുതുന്ന ദശാംശ രൂപങ്ങളും പഠിച്ചു വെക്കണം. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. 14.28 ആണ്. അപ്പൊ 1/7 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ 1/7 എന്ന് എഴുതി. ഓക്കെ, ഇൻറ്റു 350. ഇനി 1/5 1/7 അങ്ങനെ ആഡ് ചെയ്യാൻ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ 7 + 5 12 ഡിവൈഡ് ബൈ 35. 7 × 5 ഇൻറ്റു 350. ഓക്കെ ആണല്ലോ? 35 350 ക്യാൻസൽ ചെയ്ത് എത്ര കിട്ടും? ഇവിടെ 10. 10 × 12 എത്ര? 120. ആൻസർ കിട്ടി. സിമ്പിൾ ആയില്ലേ? ഇപ്പൊ ഞാൻ ഈ രണ്ട് സ്റ്റെപ്പുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഇങ്ങനെ എഴുതേണ്ടി വന്നത്. ഓക്കെ, മനസ്സിലായല്ല? 20%, 14.2% സ്പ്ലിറ്റ് ചെയ്ത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാൻ, 76.66%. ഇവിടെയും നോർമലി ചെയ്യുന്ന കണക്കല്ല. ഇപ്പൊ ഞാൻ ഇതിനെ 60% എന്നും പ്ലസ് ബാക്കി എത്ര 16.66% സ്പ്ലിറ്റ് ചെയ്തെന്ന് കരുതുക. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ് 6000. ഇവിടെ നമുക്ക് നോക്കാം, ഇതാണ്ട് 16.66% ആണ് ഇതാണ്ട് 1/6. ഞാൻ പറഞ്ഞു ഇതിന്റെ 2/3 എന്ന് പറയുന്നതാണ് 0.66, 0.66% ആണ്. ഇവിടെ 1/3 നിങ്ങൾക്ക് കിട്ടിയത് ഓർമ്മയില്ലേ? 1/3 0.33 ആണ്, അതിന്റെ ഡബിൾ അല്ലേ 2/3. അപ്പൊ 0.66 കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് 1/6 എന്ന് എഴുതാമല്ലോ. 60% ഞാൻ മുമ്പേ പറഞ്ഞു, 3/5 പ്ലസ് 16.66% പറഞ്ഞ 1/6 ഇൻറ്റു 6000. ഇനി ഇത് നമുക്ക് മുമ്പത്തെ പോലെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. 3 6 18, 18 5 23, 23/6 × 5 30 ഗുണം 6000. ഓരോ പൂജ്യം വെട്ടി 3 വെച്ച് വെട്ടുന്നു, 2 0 0. ഇപ്പൊ 200 × 23, 2 × 23 ആണ് എത്ര ആയിരുന്നു? 46 അല്ലേ? അത് കഴിഞ്ഞിട്ട് 2 0 കൊടുത്താൽ മതി. ആൻസർ ആയി. 2 സ്റ്റെപ്പിൽ നമുക്കിപ്പോ ആൻസർ കിട്ടും. ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2.56% ഓഫ് 6250. അപ്പൊ ഇത് നമ്മൾ ഇതുവരെ ചെയ്തില്ല. അതായത് ഈ 2.56% നമ്മൾ നോക്കിയേ, ഇവിടെ എവിടെ ഞാൻ 2.56% എഴുതണമെന്ന് നോക്കിയേ, 2.56% ഇല്ല. അപ്പൊ അതെന്ത് ചെയ്യും? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് നമുക്ക് പെർസെന്റേജ് മാറ്റി കൊടുക്കാം. അതായത് ഞാൻ പറയുന്നു, ഇവിടെ ഞാൻ ഇവിടുന്ന് ഞാൻ 6.25 നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ 6.25% എന്ന് 6.25 ആക്കി കഴിഞ്ഞാൽ ഞാൻ പറയാം 6250 ഞാൻ 6.25 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇൻറ്റു എത്ര എന്ന് എഴുതാം? പോയിന്റ് ഞാൻ 1 2 3 പ്രാവശ്യം ലെഫ്റ്റിലോട്ട് മാറ്റി. അപ്പോ 1000 ഇല്ലേ? 1000 എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അതായത് 10 കൊണ്ട് ഗുണിച്ചാൽ ഇങ്ങോട്ട് പോയിന്റ് ഷിഫ്റ്റ് ആവും, 100 കൊണ്ട് ഗുണിച്ചാൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും, 1000 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഇത്രയും വരെ വരുന്നത്. അപ്പൊ 6.25%, ഈ പെർസെന്റേജ് ഞാൻ ഇപ്പുറം കൊടുത്തതാണ്, പെർസെന്റേജ് ഇൻറ്റു എങ്ങനെ എഴുതാം? ബാക്കി പറയാം.
2.56. ഇപ്പൊ ഞാൻ ഇവിടുത്തെ 6250 കറക്റ്റ് ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്തില്ല. 6.25 കഴിഞ്ഞിട്ട് ഒരു 1000 കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ പെർസെന്റേജിനെ ഞാൻ എന്ത് ചെയ്തു, പെർസെന്റേജിനെ ഞാൻ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. വേറെ ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല. ഇപ്പൊ 6.25% നിങ്ങൾക്ക് അറിയാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു 12.5% എന്ന് പറഞ്ഞാൽ 1/8 ആണ്. 12.5 ആണ്. 12.5യുടെ പകുതിയല്ലേ 6.25, അഥവാ 6.25. അപ്പൊ 1/8ന്റെ പകുതി എത്ര? 1/4 അല്ല കേട്ടോ. 1/8ന്റെ പകുതി 1/16 ആണ്. ഓർത്തോണേ. അപ്പൊ 1/16 ഇൻറ്റു 2.56. 2.56 ഇൻറ്റു 1000നെ ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാറുള്ള 1, 2, 3 പ്രാവശ്യം ഷിഫ്റ്റ് ആവും. അപ്പൊ 2, 5, 6, 0 എന്ന് വരും. 16 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 16ന്റെ സ്ക്വയർ ആണ് 256. അപ്പൊ ഇവിടെ 16 ഒരു 0 വരും. ആൻസർ 160 ആയിരുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെയും നമ്മൾ ഷിഫ്റ്റ് ചെയ്തതാണ്, പെർസെന്റേജ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. ഓർത്തോ. അടുത്ത 17.5%. എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. രണ്ട് രീതിയിൽ ഞാൻ പറയാം. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് 15% പ്ലസ് 2.5% ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, എന്നിട്ട് ചെയ്യാം. അതല്ലാതെ ഞാൻ വേറൊരു വഴിയും കൂടെ പറഞ്ഞുതരാം. ഞാൻ മുമ്പേ പറഞ്ഞത് 25% ഞാൻ എന്താ പറഞ്ഞത്, 1/4 എന്നല്ലേ പറഞ്ഞേ. അപ്പൊ 75% എത്ര ആയിരിക്കും? അതായത് 25നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 75. അപ്പൊ ഇവിടെ 3 കൊണ്ട് ഗുണിച്ചാൽ 3/4 എന്ന് വരും. ഈ 75ന്റെ പാതി എത്ര? 17. ഇവിടെ 35 കിട്ടുന്നത്. 17. ഓക്കെ, 25% ഡയറക്റ്റ് എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, എനിക്ക് വേറെ വഴി ചെയ്യാം. 17.5% ഞാനിപ്പോ 5% എങ്ങനെ എഴുതുന്നത്? 1/20 മുമ്പേ കണ്ടു. അതായത് 20% 1/5 ആണ്, തിരിച്ചാൽ കിട്ടാതെ. എനിക്കിവിടെ അങ്ങനെയാണ് 35% 7/20. കാര്യം ഇവിടെ 7 കൊണ്ട് ഗുണിച്ചു. 7, 5, 35. 7/20. ഇത് 35ന്റെ പാതിയല്ലേ 17.5. അപ്പൊ 17.5% എത്ര ആയിരിക്കും? 7/20ന്റെ പാതി. ഞാൻ മുമ്പേ പറഞ്ഞത് 7/40 ആണ് കേട്ടോ. താഴത്തതാണ് ഡബിൾ ആവുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വേണേ അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. 7/20ന്റെ പാതി എന്ന് പറഞ്ഞാൽ /2 അല്ലേ? ഇതൊരു ഫ്രാക്ഷണൽ നമ്പർ, ഇത് മറ്റൊരു ഫ്രാക്ഷണൽ നമ്പർ. 2നെ 2/1 എന്ന് എടുക്കും. ഇതിവിടെ വരുമ്പോ എന്താവും? 1/2 എന്നാവും. തലതിരിച്ചിട്ട് ഗുണിക്കണമെന്നല്ലേ നമ്മൾ പഠിച്ചത്, റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണമെന്ന്. അപ്പോ 7/40 ആണ്. അപ്പോ ഡയറക്റ്റ് എനിക്ക് 17.5നെ എങ്ങനെ എഴുതാം? 7/40 എന്ന് എഴുതാം. നിങ്ങൾക്ക് ഇത് ചെയ്താലും അത് തന്നെ കിട്ടുന്നത്. ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും. 8440. ഇവിടെ 0 ക്യാൻസൽ ചെയ്യുന്നു, 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു. 211. 2111 ഇൻറ്റു 7 എത്രയായിരിക്കും? 771477. ലാസ്റ്റത്തെ വെച്ച് ഗുണിച്ചാൽ മതി. 177 177 214. അവിടെ പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പില് നമുക്ക് ആൻസർ കിട്ടി. പക്ഷെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഞാൻ ഇവിടുന്ന് ആദ്യം കരുതി 75ന്റെ പാതി എടുക്കാം, അല്ല പാതി എടുക്കാം 37, അതിന്റെ പാതി എടുക്കാന്നറിയാം. പക്ഷെ സോറി, അത് അങ്ങനെ അല്ലായിരുന്നു. പിന്നീട് അപ്പൊ ഞാൻ 5%, അതിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 35, അതിന്റെ പാതി. ജസ്റ്റ് ഇത് ഞാൻ ഓരോ മെത്തേഡായിട്ട് പറഞ്ഞു തന്നെ. നമുക്ക് 17% ഒക്കെ വേണേൽ കാണാതെ പഠിച്ചു വെക്കാം. 7/40 എന്ന് നമുക്ക് എല്ലാം കൂടെ കാണാതെ പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അപ്പോ ഇതേപോലുള്ള പല കാര്യങ്ങളും ഡിറൈവ് ചെയ്ത് എടുക്കാമെന്ന് ജസ്റ്റ് കാണിച്ചു തന്നെ. 63.33. ഇതൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ഇവിടെ 30% എന്നും 33.33 എന്നും പെർസെന്റേജ് സ്പ്ലിറ്റ് ആക്കുക. പെർസെന്റേജ് ഉണ്ട് രണ്ടുപേർക്കും. 30% എന്ന് പറഞ്ഞാൽ എത്ര? 3/10 പ്ലസ് 33.33 നമ്മൾ മുമ്പേ കണ്ടു. എത്ര? 1/3 ആണ്. ഇൻറ്റു 6000. അപ്പൊ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ 9. 19/30 ഗുണം 6000. 0 ക്യാൻസൽ ചെയ്യുന്നു, 3 വെച്ച് ക്യാൻസൽ ചെയ്യുന്നു. 200. 19 ഗുണം 2 എത്ര? 38 ആണ്. എന്നിട്ട് 2 0. തീർന്നു. അത്രേ ഉള്ളൂ. എന്താ? ആദ്യമേ സ്പ്ലിറ്റ് ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ 3 ഗുണം 3 9. 9 പ്ലസ് 10 19. 10 ഗുണം 3 30. എന്നിട്ട് മൾട്ടിപ്ലൈ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 14.28% ഓഫ് 560 പ്ലസ് 37.5%. അപ്പൊ 14.28% നമ്മൾ കാണാൻ വിട്ടു വെച്ചിരിക്കും. എത്ര? 1/7 ആണ്. അപ്പൊ ഡയറക്റ്റ് 1/7 എഴുതുന്നു, 560 എഴുതുന്നു, പ്ലസ് 37% മുമ്പേ പറഞ്ഞു. അതിനാണ് ഞാൻ മുമ്പേ 75 എടുത്തത്. സോറി, 25% എന്ന് പറയുന്നത് 1/4. അപ്പൊ 25നെ 3 കൊണ്ട് ഗുണിച്ചാൽ 75% കിട്ടും. അത് 3/4. ഈ 75ന്റെ പാതി അല്ലേ 37.
അല്ലേ? 75ന്റെ പാതിയാണ് 37. അപ്പൊ 37% എന്ന് പറയുന്നത് ഈ 3/4ന്റെ പാതിയാ 3/8 ആയിരിക്കും. അത്രേ ഉള്ളൂ. 3/8 ഇൻറ്റു 720. ക്യാൻസൽ ചെയ്യാം. 7 8 56 പിന്നെ ഒരു 0. 8 9 72 പിന്നെ ഒരു 0. ഇപ്പൊ ഇവിടെ 80 വരും. പ്ലസ് ഇവിടെ 9 27 വരും. 270 അമ്പോളെ കൂട്ടിയ 27 8 35 എന്നിട്ട് ഒരു 0. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. 31% ഓഫ് 290 പ്ലസ് 29% ഓഫ് 2190. ഇവിടെ നോക്കി, ഇവിടെ പ്രത്യേകിച്ച് 31% പ്രത്യേകിച്ച് ഒന്നും എഴുതാൻ പറ്റില്ല, 29% പ്രത്യേകിച്ച് ഒന്നും എഴുതാൻ പറ്റത്തില്ല. അതിന് 31/100 എന്നൊക്കെ പറ്റൂ. പക്ഷെ ഇവിടെ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകളിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടെ ഒരു 290ലും 29ലും ഒരു നമ്പർ കോമൺ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ 31/100 ഇൻറ്റു 290 എന്ന് പ്ലസ് 29/100 ഇൻറ്റു 2190 എന്ന് എഴുതാന്ന് കരുതുക. അപ്പൊ ഇവിടെ ഓരോ സീറോസ് ക്യാൻസൽ ചെയ്തു, ഇവിടെ ഓരോ സീറോ ക്യാൻസൽ ചെയ്താൽ ഇവിടെ രണ്ടൊരു 29 കോമൺ ഉണ്ട്. അതായത് 29 ഇൻറ്റു 31 എന്നും ബൈ 10 ഉണ്ട്. ബൈ 10 ഞാൻ ഇടാം. ഇവിടെ 29 ഇൻറ്റു 219 എന്നും ബൈ 10 ഉണ്ട്. അപ്പൊ ബേസ് രണ്ടും സെയിം ആണെങ്കിൽ മുകളിലുള്ളവർ തമ്മിൽ ആഡ് ചെയ്താൽ അതായത് 29 31 ടൈമിൽ 29 2 അതായത് ഞാനിപ്പോ ചോദിക്കുന്ന 5 ഗുണം 3 5 ഗുണം 4 കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നല്ല. ഇപ്പൊ ഇവ 5 3 പ്രാവശ്യം ഉണ്ടെന്നോ 5 4 പ്രാവശ്യം ഉണ്ടെന്നോ കൂട്ടുമ്പോ 5 7 പ്രാവശ്യം ഒന്നും ആയിരിക്കും ഇതിന്റെ ആൻസർ അല്ലെ? 3 5 15 4 5 20 35 അല്ലേ ആൻസർ കിട്ടണം. അതേപോലെ 29 എന്ന് പറയുന്നത് 31 പ്രാവശ്യം, 29 തന്നെ 219 പ്രാവശ്യം ഉണ്ടെന്നാണ്. അപ്പൊ 29 കോമൺ എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കരുതാം, അല്ലെ 29 ഇൻറ്റു 31 പ്ലസ് 219 ആയിരിക്കും ബൈ 10 ആയിരിക്കും ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. 219 30 കൂട്ടാൻ എളുപ്പമാണ്. 219 കൂടെ ഈ 1 കൂട്ടി 220, പിന്നെ 30 കൂടി 250. അപ്പൊ 29 ഗുണം 250 ബൈ 10 0 0 ക്യാൻസൽ ചെയ്തു. ഇനി 29നെ 25 ഉണ്ട്, അല്ലെ 25നെ 29 കൊണ്ട് ഗുണിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. 25ന്റെ എപ്പോഴും 4th മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 100 ആയിരിക്കും. അതായത് അടുത്ത ഇനി 25 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 200 വരും. 25 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 300 വരും. അങ്ങനെ ഓരോ 4 വീതം കൂടി വരുമ്പോൾ അപ്പൊ ഇവിടെ ഇത് 7 4 28 വരെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 25 ഗുണം 28 എന്ന് പറഞ്ഞാൽ എത്ര? 700. ആ 700ന്റെ കൂടെ വീണ്ടും ഒരു 25 725 ഒറ്റ സ്റ്റെപ്പിൽ ഇത് ഗുണിക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാ ഇത് ഓർത്ത് നോക്കി? 25 ഗുണം 4 25 ഗുണം 8 25 ഗുണം 12 25 ഗുണം 16 ആണെങ്കിൽ 400. അതായത് 4ന്റെ ഏത് മൾട്ടിപ്പിൾ ആണെന്ന് നോക്കിയാൽ അത് 4ന്റെ 7ാമത്തെ മൾട്ടിപ്പിൾ വരാകുമ്പോ 7 4 28 അല്ലേ? ഇപ്പൊ 25 ഗുണം 28 ആയിരുന്നുവെങ്കിൽ 700 വന്നേനെ. അപ്പൊ 25 ഗുണം 29 കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നും കൂടി 25 കൂട്ടുക. ഇനി 33.33% എന്താ 1/3 ഓഫ് ഇൻറ്റു ഇത് നമ്മൾ മുമ്പ് ചെയ്ത 3/8 ഓഫ് 2160. 3 3 ഇവിടെ ക്യാൻസൽ ചെയ്യുക, 8 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരെട്ടെട്ട് ഈരട്ട് 16, ബാക്കി 5 ഉണ്ട്, 5 6 ചേർന്ന് 56, 7 8 56 0 270. ആൻസർ കിട്ടിയല്ലോ. ഓക്കെ, സിമ്പിൾ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ 18% ഓഫ് 15% ഓഫ് 25/9 ഓഫ് 3000 നോക്കാം. 18% വേറെ പ്രത്യേകിച്ച് ഒന്നും എഴുതാൻ പറ്റില്ലല്ലോ. 18/100 വേണം ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. 15% ഞാൻ 15/100, അതും 5% വെച്ച് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ പ്രത്യേകിച്ച് ഒന്നും എഴുതില്ല. 25/9 ഓഫ് 3800. ഇനി നോക്കി 25 കൊണ്ട് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാം, 4. ഓക്കെ, ഇനി 9 കൊണ്ട് ഇവിടെ ക്യാൻസൽ ചെയ്യാം, 2. ഓക്കെ, 2 കൊണ്ട് ഇവിടെ ക്യാൻസൽ ചെയ്യാം, 2. ഓക്കെ, 5 കൊണ്ട് ഇവിടെ ക്യാൻസൽ ചെയ്യാം, 3 5 15, ഇവിടെ 20. ഇനി വേറെ എന്താ ഉള്ള? 2 ഓരോ 0 ഇവിടെ ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇതിന്റെ പാതി 19 വരും. 19 0
അപ്പൊ 19, ബാക്കിയെല്ലാം ക്യാൻസൽ ആയല്ലോ. അപ്പൊ 19 എണ്ണം 3 എത്ര? 570. ഇവിടെ ഒരു 2 ഉണ്ട്. 570ന്റെ പാതി എത്ര? 570/2 57ന്റെ പാതി 56ന്റെ പാതി 28 അപ്പൊ 285 ആൻസർ. ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് ഇതേപോലെ ക്യാൻസൽ ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്ത ഇഫ് y പെർസെന്റേജ് ഓഫ് y ഈസ് 361. y പെർസെന്റേജ് y/100 അല്ലേ? ഓഫിന്റെ അർത്ഥം ഇൻറ്റു y ഈസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 361. അപ്പൊ നോക്കി, ഇവിടെ y ഇൻറ്റു y സ്ക്വയർ എന്ന് കിട്ടും. ബൈ 100 ഈസ് ഈക്വൽ ടു 361. എങ്കിൽ y സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. 361 ഇൻറ്റു 100. ഇവിടെ നമുക്ക് y കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ 361 ഗുണം 100ന്റെ 360ന്റെ സ്ക്വയർ റൂട്ട് എത്ര? 19ന്റെ സ്ക്വയർ ആണല്ലോ 361. അപ്പൊ 19, 100ന്റെ 10, അപ്പൊ 190. y വാല്യൂ കിട്ടി 190. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. എ നമ്പർ വിച്ച് വെൻ ഇൻക്രീസ്ഡ് ബൈ 16% ബിക്കംസ് 1914. അപ്പൊ ഒരു നമ്പർ ഉണ്ടായിരുന്നു എക്സ്, അത് ഇൻക്രീസ്ഡ് ബൈ എക്സിന്റെ 16% എക്സിന്റെ 16/100. 16% കൂട്ടിയപ്പോ ഇത് 1914 ആയതാണ്. ഇതിങ്ങനെ നമുക്ക് ഇത് എക്സ് വെച്ച് ചെയ്യാം, പക്ഷെ അത് ഭയങ്കര പ്രശ്നം പിടിച്ചതാണ്. അപ്പൊ അവിടെ ഒരു എളുപ്പവഴി 16% എത്രയാണെന്ന് നോക്കും. കാണാതെ പഠിച്ചു വെക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ 25% 1/4 ആണെന്നറിയാം. അപ്പൊ 4% 1/25 ആണ്. ഇതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ പോരെ, 16% കിട്ടത്തില്ലേ? 4/25 കിട്ടത്തില്ലേ? ഓക്കെ അല്ലേ? അപ്പോ ഇതിനർത്ഥം 25 ആയിരുന്നു നമ്മുടെ ഒറിജിനൽ നമ്പർ എങ്കിൽ അതിന്റെ 16% എന്ന് പറയുന്നത് അതിന്റെ പെർസെന്റേജ് വാല്യൂ ആയിരിക്കും 4 എന്നാണ്. ശ്രദ്ധിക്കാം, 25 ആയിരുന്നു നമ്മളുടെ ഒറിജിനൽ നമ്പർ എങ്കിൽ അതിന്റെ 16% 4 എന്നാണ്. നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എഴുതി നോക്കെ. 50% നിങ്ങളൊന്ന് എഴുതി നോക്കെ. 50% എന്താ? 50/100 അല്ലേ? എന്ന് വെച്ചാൽ 100 ആയിരുന്നു എന്റെ നമ്പർ എങ്കിൽ 100ന്റെ 50% 50 കിട്ടുമെന്നാണ്. വേറെ നിങ്ങൾക്ക് 25% നമ്മൾ 25/100 എന്ന് എഴുതത്തില്ലേ? എന്നിട്ടല്ലേ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് വരുന്നത്. അപ്പൊ 100 ആയിരുന്നു നമ്മളുടെ കറക്റ്റ് നമ്പർ, 100ന്റെ 25% 25 കിട്ടുമെന്നല്ലേ? അതേപോലെ 16% സിംപ്ലിഫൈ ചെയ്താണ് 4/25 എങ്കിൽ 25 ആയിരുന്നു എന്റെ ഒറിജിനൽ നമ്പർ എങ്കിൽ അതിന്റെ 16% 4 കിട്ടുമെന്നാണ്. അപ്പോ എ നമ്പർ വിച്ച് വെൻ ഇൻക്രീസ്ഡ് ബൈ 16%, അതായത് 25 ആയിരുന്നു എന്റെ നമ്പർ എങ്കിൽ അതിന്റെ കൂടെ 25ന്റെ 16% 4 കൂടെ കൂട്ടണം. 25 4 കൂട്ടണം. അപ്പൊ 29 ഇതാണ് നമ്മുടെ അസംഷൻ. 25 ആയിരം, ഇതെല്ലാം നമ്മുടെ അസംഷൻ ആണ്. 25 ആയിരുന്നു എങ്കിൽ 29 ആയനെ. പക്ഷെ ഇവിടെ 29 ആണോ ആയേക്കുന്നത്? അല്ല, 1914. അപ്പൊ ഇവിടുത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് കിട്ടുന്നതെന്ന് അറിയാം. 1914 29 ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 29 191 വരണമെങ്കിൽ 29നെ 10 കൊണ്ട് 100 കൊണ്ട് പിടിക്കുമ്പോ 2900 വരും. അത് വളരെ വലിയ സംഖ്യ. ഓക്കെ, 29നെ നമുക്ക് 191 വെച്ചിട്ട് നോക്കിയാല് 29 7 എത്ര വരും? 20 × 7 140, 9 7 60. അത് പോകും. 8 പ്രാവശ്യമാണല്ലോ 160. 8ഉം പറ്റത്തില്ല. 6 പ്രാവശ്യം നോക്കാം. 120, 170. 6 പ്രാവശ്യം ആകുമ്പോൾ 174 ആവത്തില്ലേ? കറക്റ്റ് ആണോ? ആറ് പ്രാവശ്യം ആകുമ്പോ ഓക്കെ, 29 × 6, 20 × 6 എത്ര? 29 6 കൊണ്ട് എങ്ങനെ ഗുണിക്കുന്നത്? 20 × 6 എത്ര? 120. 9 × 6 എത്ര? 54. 120 54 174. 174. ബാക്കി എത്ര ഉണ്ട്? 17 ഉണ്ട്. 174 7 184. 17 17 174 തന്നെ കിട്ടും. കറക്റ്റ്. അപ്പൊ 66 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പൊ 66 കൊണ്ട് നമുക്കിവിടെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമ്മുടെ ഒറിജിനൽ നമ്പർ കിട്ടും. 25നെ 66 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി ഞാൻ മുമ്പേ പറഞ്ഞു. എന്താ? 66 അടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ ഏതാ? 64 അല്ലേ? 64 എന്ന് വെച്ചാൽ 4നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാ? 4നെ 16 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഒരു 1600 വരും. പിന്നീട്
64 വരെ ഉള്ളു. രണ്ടും കൂടെ കൂടെ 1600 കൂടെ 50, 1650 നമ്മുടെ ആൻസർ. നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. ഓക്കെ, 25 66. ഇങ്ങനെ എളുപ്പവഴി ഞാൻ അങ്ങനെ പറഞ്ഞു. 25 ഇതിനെ 6 മൾട്ടിപ്പിൾ ആക്കി 64. 64 എന്ന് വെച്ചാൽ 4 ഗുണം 16 ആണ് 64. അപ്പൊ 25-നെ ഇവിടെ 16-ന്റെ മൾട്ടിപ്പിൾ ആക്കി കഴിഞ്ഞാൽ 1600 വരും, പിന്നെ ഒരു 50 കൂടെ. ഓക്കെ, അടുത്ത when a number is increased by 40 it becomes 125%. 25% നമുക്കറിയാമല്ലോ എത്രയാ, 1/4. അങ്ങനെയാണ് 125% എങ്ങനെയായിരിക്കും? ഈ 4ഉം 1 ആഡ് ചെയ്ത് മുകളിൽ എഴുതിയാൽ 5/4. അതല്ല നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ 125% ഇങ്ങനെ എഴുതിയേക്കും, 125/100. 25 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 5, ഇവിടെ 4 ഇങ്ങനെ കിട്ടും. അപ്പൊ 125% 5/4 ആണ്. അപ്പൊ when a number is increased by 40, അതായത് നമ്പർ 4 ആയിരുന്നുവെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ എത്ര കൂട്ടിയപ്പോഴാണ്, 1 കൂട്ടിയപ്പോഴാണ് നമുക്കിവിടെ 5 കിട്ടിയത്. ഈ 1-ന് പകരം ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ, 40 കൂട്ടിയപ്പോഴാണ് 125% ആയെന്ന്. അപ്പൊ 1-ന് പകരം 40 ആണെങ്കിൽ നമ്മുടെ ഒറിജിനൽ നമ്പർ എന്ന് വെച്ചാൽ 4 ഗുണം 40 160 ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ചെയ്യാം. അടുത്ത 126 ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് 6000? 6000-ന്റെ എത്ര ശതമാനമാണ്? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ചോദിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പരീക്ഷയ്ക്ക് ഇപ്പൊ മാർക്ക് കിട്ടിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ 25-ന്റെ 50-ന്റെ എത്ര ശതമാനം പെർസെന്റേജ് ആണ് 10 എന്ന് കണ്ടുപിടിക്കണം എഴുതാം. എന്താ 50-ന്റെ എത്ര ശതമാനമാണ് 10? അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? 10 ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് 50 എന്നാ ഇംഗ്ലീഷിൽ പറയുമ്പോൾ തിരിഞ്ഞു വരിക. നമ്മൾ മലയാളം ഇംഗ്ലീഷിൽ പറയുന്നത് ശ്രദ്ധിക്കണം. 50-ന്റെ എത്ര ശതമാനമാണ് 10 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പറയാൻ 10 ഈസ് വാട്ട് പെർസെന്റേജ് 50 എന്നാണ്. അപ്പൊ ഇന്ത്യ, അതായത് കമ്പയർ ചെയ്യുന്ന ആളാരാ? 10. കമ്പയർ ചെയ്യുന്നത് ഇപ്പം നമുക്ക് 50-ന്റെ എത്ര ശതമാനമാണ് 10 എന്നാണ് വേണ്ടത്. അപ്പൊ ഇംഗ്ലീഷ് പറയുമ്പോൾ 10 ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് 50. ഇവിടെ കമ്പയർ ചെയ്യുന്ന ആളാരാ? 50. നമുക്ക് വേണ്ടത് 10-നെയാണ് വേണ്ടത്. എപ്പോഴും കമ്പയർ ചെയ്യുന്ന ആള് താഴെ വരും. 10/50 എന്നിട്ട് ഇൻറ്റു 100. ഇതായിരിക്കും ആൻസർ. 1/5 20% കിട്ടും. ശ്രദ്ധിക്കുക, കമ്പയർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും കമ്പയറിംഗ് ക്വാണ്ടിറ്റി. അത് താഴെ വരും. ഇനി ആരുടെ വാല്യൂ ആണോ കണ്ടുപിടിക്കുക അയാൾ മോളിൽ വരും. അതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ പെർസെന്റേജ് ആണ്. അപ്പൊ കമ്പയറിംഗ് ക്വാണ്ടിറ്റി താഴെ വരും. ഞാൻ പറഞ്ഞു 126 മുകളിൽ. കമ്പയറിംഗ് ക്വാണ്ടിറ്റി ഓഫ് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും കമ്പയറിംഗ് ക്വാണ്ടിറ്റി. അത് താഴെ വരും. ഇൻറ്റു 100 ആയിരിക്കും പെർസെന്റേജ്. 2 0 2 0 ക്യാൻസലായി. 6 വെച്ച് ക്യാൻസൽ ചെയ്താൽ 10 6 60, 1 6 6, 6 12, 21. 21/10 എന്ന് പറയുമ്പോൾ 2.1% ആണ്. ഓക്കെ ആണല്ലോ? 6000. ഓക്കെ, അടുത്ത 220 ഈസ് വാട്ട് പെർസെന്റേജ് ലെസ് ദാൻ 400? ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഞാൻ ഇപ്പൊ പെർസെന്റേജ് ചുമ്മാ മാറ്റുക. ഞാൻ നിങ്ങളോട് ചോദിക്കാം 220 ഈസ് ഹൗ മച്ച്, അല്ലെ ഹൗ മച്ച് ലെസ് ദാൻ, അല്ലെ വാട്ട് ലെസ് ദാൻ 400? 400-നേക്കാൾ എത്ര കുറവാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ 400 മൈനസ് 220 എത്ര? 180. ഇത് എത്ര കുറവാണെന്ന്. ഈ കുറവ് എത്ര പെർസെന്റേജ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഈ കുറവ്, ഈ കുറഞ്ഞിട്ടുള്ള 400-ൽ നിന്ന് 220 എത്ര കുറവാണ്, 180 കുറവ്, അതിനെ പെർസെന്റേജ് ആക്കണം. മുമ്പേ ഞാൻ പറഞ്ഞു ആരെയാണ് പെർസെന്റേജ് ആക്കേണ്ടത് അയാളെ എഴുതും. ഡിവൈഡ് ബൈ കമ്പയറിങ്, അതായത് ആര് വെച്ച കമ്പയർ, ലെസ് ദാൻ 400-നേക്കാളും എത്ര കുറവാണ്, അല്ലേ? കമ്പയറിങ് ക്വാണ്ടിറ്റി എപ്പോഴും താഴെ വരും. ഇൻറ്റു 100. 2 0 2 0 വെട്ടി 4 4 16 20 45. അപ്പൊ 45% ആയിരിക്കും ആൻസർ. അപ്പൊ ഓർക്കുക, ആരുടെ പെർസെന്റേജ് ആണ് ആൾ മുകളിൽ, ആരെ വെച്ചാണോ കമ്പയർ ചെയ്യുന്നത് അത് താഴെ, ദെൻ ഇൻറ്റു 100 ആയിരിക്കും പെർസെന്റേജ്. ഓക്കെ, ഇത്ര ബേസിക് ക്വസ്റ്റ്യൻസ് ഇത്രയാണ്. അപ്പം പെർസെന്റേജ് വാല്യൂസ് എല്ലാം കറക്റ്റ് കാണാതെ പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ദെൻ ബൈ.